കെ സുധാകരൻ സണ്ണി ജോസഫ് തർക്കത്തിൽ മഞ്ഞുരുക്കം. കെ സുധാകരനെ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തി സന്ദർശിച്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറിയോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് സുധാകരന്റെ മറുപടി. അത് നമ്മൾ തമ്മിലാ പ്രേമൊന്നും നാളത്തെ പ്രോഗ്രാമിന് നാളെ വരുന്നുണ്ട്. സണ്ണി ജോസഫ് എന്നും പ്രിയപ്പെട്ട ആളെന്നും സുധാകരൻ പറഞ്ഞു. ഷാൾ അണിയിച്ച് മടങ്ങവേ സണ്ണിയെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച കെ സുധാകരൻ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധമല്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും നന്നായി അടുത്ത് പെരുമാറിയ ഒരാളാണ് സണ്ണി. എല്ലാ വിഷയത്തിലും സണ്ണിയോട് ചോദിക്കാതെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹവും അതുപോലെ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അതാണ് സത്യം കേട്ടോ. DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും ആക്കിയത് കെ സുധാകരനെന്നും ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം എല്ലായ്പ്പോഴും സുധാകരൻ തന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് ഈ പാർട്ടിയുമായി ഒന്ന് അകന്ന് നിന്ന ഒന്ന് പിന്നോട്ട് നിന്ന ഒരു രീതിയായിരുന്നു സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഈ പ്രചരണത്തിലൊക്കെ വളരെ സജീവമായി എല്ലാത്തിനും നേതൃത്വം നൽകുന്ന ഒരു നായകനായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയുടെ പിന്നിൽ എന്താണ്? അഞ്ജലി, ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുന്നത്, പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്നത് കെ സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ആശയ സമരം ഉണ്ടായിരുന്നു, ഒരു ശീത സമരത്തിലായിരുന്നു രണ്ടുപേരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് ഇന്നത്തെ പ്രതികരണത്തിലും രണ്ടുപേരും അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരനോട് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർത്തോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ, ഞങ്ങളൊന്ന് ചർച്ച ചെയ്താൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് കെ സുധാകരൻ പറയുന്നു. ഞങ്ങൾക്ക് അതിന് 5 മിനിറ്റ് മതിയല്ലോ എന്ന് സണ്ണി ജോസഫും പറയുന്നു. ഏതായാലും എത്ര സമയമെടുക്കുന്നു എന്നതല്ല, ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് പറഞ്ഞു തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സണ്ണി ജോസഫിന്റെയും കെ സുധാകരന്റെയും ശരീരഭാഷ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സണ്ണി ജോസഫ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എന്നെ KPCC പ്രസിഡന്റും DCC പ്രസിഡന്റും ആക്കിയത് കെ സുധാകരന്റെ ശക്തമായ ഇടപെടലിലൂടെയാണ്. ഞാൻ എല്ലാ കാലത്തും പറയുന്നത് എന്റെ നേതാവ് കെ സുധാകരനാണ് എന്നാണ്. അങ്ങനെ കെ സുധാകരൻ തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തെയും തന്റെ ലീഡറാണ് എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു അന്ത്യം കുറിക്കുകയാണ്. അതേസമയം തന്നെ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും പരിശോധിച്ചാൽ സണ്ണി ജോസഫിനെ ഷാളൊക്കെ അണിയിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് വീട്ടിൽ നിന്ന് യാത്രയാക്കുന്നത്. ഒപ്പം പറയുന്നത്, നിങ്ങൾ പലതും പറഞ്ഞുണ്ടാക്കി, പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലുള്ള ഒരു ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ, ഇത് എന്റെ സ്വന്തമാണ് എന്നാണ് സണ്ണി ജോസഫിന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കെ സുധാകരൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്ന ഒരു ശീത സമരം, അഭിപ്രായ വ്യത്യാസം പൂർണ്ണമായും അവർ പറഞ്ഞു തീർത്തിരിക്കുന്നു. ഏകദേശം 20 മിനിറ്റോളം സമയമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച കണ്ണൂർ നടാലിലെ കെ സുധാകരന്റെ വീട്ടിൽ നടന്നത്. അതിനുശേഷം ഇരുവരും ഒരുമിച്ച് വന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. തുടക്കത്തിൽ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ കുശാഗ്ര ബുദ്ധിക്കാരാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷമാണ് സുധാകരനോട് ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ശരിക്കും എന്തായിരുന്നു അഭിപ്രായ വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നില്ലേ എന്ന് വളരെ തമാശ രൂപേണ പറയുന്നു. ഏതായാലും വളരെ ലഘുവായ പ്രശ്നങ്ങളായിരുന്നു, അതെല്ലാം പറഞ്ഞ് പരിഹരിച്ചു എന്ന് തന്നെയാണ് രണ്ടുപേരും പറയുന്നത്. ഈ കൂടിക്കാഴ്ചയുടെയും ഇരുവരുടെയും പ്രതികരണങ്ങളുടെയും ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത അവസാനിക്കുന്നതിന്റെയും ഏറ്റവും വലിയ ആശ്വാസം കാണാൻ പോകുന്നത് കോൺഗ്രസിനകത്താണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും നാളെ സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കെ സുധാകരൻ എത്തുക കൂടി ചെയ്യുന്നതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരിലും അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നാളെ വൈകിട്ട് 5 മണിക്ക് സണ്ണി ജോസഫിന്റെ പ്രചാരണ പരിപാടിയിൽ ഇരിട്ടി കരിക്കോട്ടക്കരിയിലാണ് കെ സുധാകരൻ പങ്കെടുക്കുക. ഏതായാലും കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും താൻ എത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്ന തുടക്കത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് പരിഹാരം കണ്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കെ സുധാകരൻ പറഞ്ഞതാണ്. അതിൽ പക്ഷേ ഇതുവരെയും അദ്ദേഹം പേരാവൂരിലേക്ക് പോകാൻ തയ്യാറാകാത്തതായിരുന്നു വലിയൊരു ആശങ്ക കോൺഗ്രസ് പ്രവർത്തകരിൽ ഉണ്ടാക്കിയിരുന്നത്. വീട്ടിലെത്തി സന്ദർശിച്ചിരിക്കുകയാണ് സണ്ണി ജോസഫ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ അളവൂരാണ്.